ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്തെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ചില ഊർജ രൂപങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെ ഊർജ രൂപങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഊർജ രൂപങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത്? പ്രകാശോർജം, സൗരോർജം, താപോർജം തുടങ്ങിയ ഊർജങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാചകം ചെയ്യുമ്പോൾ താപോർജം അല്ലേ, പാചകം ചെയ്യുന്നതിന് താപോർജം പ്രയോജനപ്പെടുത്തുന്നു. ഇനി പ്രകാശോർജം കുട്ടികൾ പുറത്ത് നിന്ന് കളിക്കുന്നു, അപ്പോൾ പുറത്ത് പ്രകാശം ഉണ്ടല്ലോ, അപ്പോൾ അത് സൗരോർജം. ഇനി എന്താണ്? ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഊർജമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് നിത്യജീവിതത്തിൽ വിവിധ ഊർജ രൂപങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പം താപോർജം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ താപോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ശരിയാണ്, നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് താപോർജമാണ്. അതുപോലെ തന്നെ എന്താണ്, പല അവസരങ്ങളിൽ അപ്പോൾ നമ്മൾ തീ കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അവിടെ താപം ഉണ്ടാകുന്നു. അങ്ങനെ താപോർജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ താപോർജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി താപോർജം എന്ന് പറയുന്നത് ജലത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ജലത്തിൻ്റെ ഖരരൂപം ഏതാണ്? ജലത്തിൻ്റെ ഖരരൂപമാണ് ഐസ് അല്ലേ. അപ്പോൾ ഈ ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും? ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ ഐസ് എന്ത് ചെയ്യും? ഉരുകാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഐസ് വായുവിൽ തുറന്നു വെച്ചാൽ ഉരുകും. അതുപോലെ ജലം തിളപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ജലം തിളപ്പിച്ചാൽ അത് തിളച്ച് നീരാവിയായി മാറും. അപ്പം ജലത്തിൻ്റെ വാതക രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നീരാവി എന്ന് പറയുന്നത്. ജലത്തിൻ്റെ വാതക രൂപമാണ് നീരാവി. പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജം സ്വീകരിക്കുന്നു. അപ്പോൾ പദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുന്നേ? അവ താപോർജം സ്വീകരിക്കുന്നു. താപോർജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയും അല്ലേ, കഴിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ താപോർജം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉരുകുന്ന ഐസ് ക്യൂബുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത്. നമ്മൾ 2 ഗ്ലാസ് ടംബ്ലർ എടുക്കുക. അതിൽ ഒന്നിൽ സാധാരണ രീതിയിലുള്ള ജലം, അതുപോലെ മറ്റൊന്നിൽ ചൂടുള്ള ജലം എടുക്കുക. ഈ രണ്ടിലും എന്ത് ചെയ്യുക? ഗ്ലാസ്സിൽ ഒരേപോലെ ചൂടുവെള്ളവും സാധാരണ നിലയിലുള്ള ജലവും ഒഴിച്ചു വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നത്? എന്തുകൊണ്ട്? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ഗ്ലാസ്സിലേതാണ് ചൂടുള്ള ജലത്തിലെ ഐസ് ക്യൂബ് ആയിരിക്കും വേഗം ഉരുകുന്നത്. കാരണം എന്താണ്? ചൂടുവെള്ളത്തിലേക്ക് ഐസ് ഇടുമ്പോൾ എന്ത് ചെയ്യും? അത് വേഗത്തിൽ ഉരുകുന്നു. അപ്പം ഐസിൻ്റെ അവസ്ഥാമാറ്റത്തിന് കാരണമായ ഊർജ രൂപം ഏതാണ്? അവിടെ ഏതാണ് ഉണ്ടാകുന്നത്? താപോർജമാണ് ഐസിൻ്റെ ഊർജ രൂപത്തിന് കാരണമെന്ന് പറയുന്നത്. ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിച്ചത് ഈ ജലത്തിൽ നിന്നാണല്ലോ. അപ്പോൾ തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ കട്ടിയാകുന്നതും എന്താണ്? ഈ താപോർജം കാരണമാണ്. അപ്പോൾ താപം വരുത്തുന്ന മാറ്റമാണ് നമ്മളിവിടെ പറഞ്ഞത്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപമാണ് താപം. അപ്പം താപം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താപം എന്ന് പറയുന്നത്. താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ? അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ എന്നാണ്.
അപ്പോൾ താപത്തിൻ്റെ കൈമാറ്റം നമുക്കറിയാം, താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ താപത്തിൻ്റെ കൈമാറ്റം എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പരീക്ഷണമാണ് നമ്മൾ പറയുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റൗവിൽ എന്ത് ചെയ്തിരിക്കുന്നു, പാത്രത്തിൽ അരി പാകം ചെയ്യുന്നു. ഗ്യാസ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് ലഭിച്ചത് എങ്ങനെയാണ്? അപ്പോൾ താപം കൈമാറി ലഭിച്ച വഴികളാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റൗവിലെ തീനാളം അതെന്ത് ചെയ്യുന്നു, ആ താപം ആയിട്ട് ആ തീനാളം ലഭിക്കുന്നു. അത് നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പകരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ജലം വയ്ക്കുന്നു, ആ ജലം തിളയ്ക്കുന്നു, അതിൽ അരിയിടുന്നു, അരി വേവുന്നു. അങ്ങനെ ഓരോ പ്രക്രിയകളും അവിടെ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു. അപ്പോൾ സ്റ്റൗവിൻ്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി എവിടെ എത്തുന്നു, അരിയിൽ എത്തിയത് കൊണ്ടാണ് നമ്മൾ ഇടുന്ന അരി എന്തായി മാറുന്നത്, ചോറായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് നിഗമനത്തിൽ എത്തിച്ചേരാം, താപോർജ്ജം എന്താണ്, താപം ഇങ്ങനെ കൈമാറി മറ്റൊരു ഊർജ രൂപത്തിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്താണ് താപപ്രേക്ഷണം എന്നാണ് നമ്മൾ പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ താപപ്രേക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് താപം എന്ത് ചെയ്യുന്നു, മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേക്ഷണം. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ പാത്രത്തിന് എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, താപം എന്ത് ചെയ്യും, പഴയതുപോലെ താപം ഉണ്ടാകത്തില്ല. ആ താപം എന്ത് ചെയ്യാൻ തുടങ്ങും, നഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് പാത്രത്തിന് താപം നഷ്ടപ്പെടുന്നത്? അപ്പോൾ പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ചുറ്റുപാടിലേക്ക് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായി പാത്രത്തിനും അതിലുള്ളിലെ പദാർത്ഥങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു, താപനഷ്ടം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാചകം ചെയ്ത് കുറേ സമയം കഴിയുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യുമോ, തണുത്ത് മാറും. അപ്പോൾ അതാണ് താപം എന്ത് ചെയ്യും, അതാണ് താപപ്രേക്ഷണം എന്ന് പറയുന്നത്. ഇനി താപപ്രേക്ഷണം ഖരവസ്തുക്കളിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കളുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വസ്തുക്കളാണ്, ഏതൊക്കെ അവസ്ഥകളിലായി വസ്തുക്കൾ കാണപ്പെടുന്നത്? ഖര അവസ്ഥയിലുണ്ട്, അതുപോലെ ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയിലെല്ലാം താപം പ്രേക്ഷണം ചെയ്യുന്നത് ഒരുപോലെയാണോ? അല്ല, അല്ലേ? അപ്പോൾ ഓരോ വസ്തുക്കളിലും ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, താപം പ്രേക്ഷണം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. 20 സെൻറ്റിമീറ്റർ നീളമുള്ള അലൂമിനിയം കമ്പി, മൊട്ടുസൂചികൾ, മെഴുകുതിരി, തീപ്പെട്ടി എന്നിവ നമ്മുടെ ശാസ്ത്ര കിറ്റിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചിത്രത്തിൽ കാണുന്നത് പോലെ അലൂമിനിയം കമ്പിയിൽ മെഴുകുപയോഗിച്ച് തുല്യ അകലത്തിൽ മൊട്ടുസൂചികൾ ഒട്ടിക്കുക. ഇതിൻ്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ അലൂമിനിയം കമ്പി എന്ത് ചെയ്യും, ചൂടാകുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ എന്താ ചൂടായി താപം പുറത്തേക്ക് പ്രവഹിക്കും. അപ്പോൾ എല്ലാ മൊട്ടുസൂചികളും ഒരുമിച്ചാണോ വീണത്? അപ്പോൾ ഈ മൊട്ടുസൂചികളൊക്കെ എന്ത് ചെയ്യുന്നു, ഉരുകുമ്പോൾ അത് അവിടെ നിന്നും എന്ത് ചെയ്യും, താഴേക്ക് വീഴുന്നു. ഈ മെഴുക് ഉരുകി മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ മൊട്ടുസൂചികൾ താഴേക്ക് പതിക്കുന്നു. അപ്പോൾ ഏത് മൊട്ടുസൂചിയിലാണോ നമ്മൾ ചൂട് തീനാളത്തിനടുത്തുള്ള മൊട്ടുസൂചിയാണ് ആദ്യം വീഴുന്നത്, അകലെ നിൽക്കുന്നവ എന്ത് ചെയ്യും, പിന്നീടായിരിക്കും വീഴുന്നത്. അപ്പോൾ തീജ്വാലയിൽ നിന്ന് അലൂമിനിയം കമ്പിയിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇതേപോലെ സംഭവിക്കുന്നത്. ചെമ്പ്, ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ചും ഈ പരീക്ഷണം നടത്താവുന്നതാണ്. അലൂമിനിയത്തിൻ്റെ മാത്രമല്ല മറ്റ് ലോഹങ്ങളിലും താപപ്രേക്ഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ലോഹങ്ങളിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, അപ്പോൾ ചെമ്പ്, അലൂമിനിയം ഇങ്ങനെയുള്ള ലോഹങ്ങളിലെല്ലാം തന്നെ എന്ത് നടക്കുന്നുണ്ട്, നമ്മുടെ താപപ്രേക്ഷണം നടക്കുന്നുണ്ട്. മരക്കഷ്ണം, ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് ഈ പരീക്ഷണം നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾ ചെയ്തോട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചാലനം അഥവാ കണ്ടക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ് ചാലനം? ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയിലാണ്
ആ ഒരു രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാലനം എന്ന് പറയുന്നത്. അപ്പം താപം എന്ത് ചെയ്യുന്നു, കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാ, ചാലനം വഴിയാണ്. അപ്പോൾ ഖരവസ്തുക്കളായ അലൂമിനിയം, അതുപോലെ ചെമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ചാലനം വഴിയാണ്. ഇനി ലോഹങ്ങളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് അപ്പോൾ താപോർജ്ജത്തിൻ്റെ കൈമാറ്റത്തിലൂടെയാണെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് താപം നന്നായി കടത്തിവിടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ വസ്തുക്കളും താപം നന്നായി കടത്തിവിടുമോ? അപ്പോൾ നമുക്ക് നോക്കാം. അലൂമിനിയം, ചെമ്പ്, മരക്കഷ്ണം, ഇരുമ്പ്, ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്തു. അപ്പോൾ ഇവയെ താപം നന്നായി കടത്തിവിടുന്നവ, താപം നന്നായി കടത്തിവിടാത്തവ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം അതുപോലെ, അപ്പോൾ താപം നന്നായി കടത്തിവിടുന്നവ, താപം നന്നായി കടത്തിവിടാത്തവ, അങ്ങനെ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അടപ്പുള്ള സുതാര്യമായ ഒരു പ്ലാസ്റ്റിക് ജാർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക. ഇനി ഒരു മേസൺ പൈപ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചൂടുവെള്ളം, തണുത്ത വെള്ളം എന്നിവ എടുത്ത് പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഓരോ ദ്വാരത്തിലും 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം എടുക്കുക. അതിലൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചേർക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, പ്ലാസ്റ്റിക് ജാറിൽ തണുത്ത വെള്ളം എടുത്ത ശേഷം മേസൺ പൈപ്പ് ഉറപ്പിച്ച അടപ്പ് കൊണ്ട് അടയ്ക്കുക.
പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസ്സിന് മുകളിൽ ഈ പ്ലാസ്റ്റിക് ജാർ കമഴ്ത്തി വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടുത്തെ പരീക്ഷണം ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ തണുത്ത വെള്ളം വെച്ചു, ഇവിടെ ചൂടുള്ള വെള്ളം വെച്ചു. അപ്പോൾ എന്താണ്? മുകളിലെ പ്ലാസ്റ്റിക് ജാറിലെ വെള്ളം താഴേക്ക് ഒഴുകുന്നു. അതുപോലെ ഗ്ലാസ് ടംബ്ലറിലെ നിറമുള്ള ചൂടുവെള്ളം മുകളിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ അതിന് കാരണം എന്താണ്? മുകളിലെ ജാറിലെ വെള്ളം ഒരു പൈപ്പിലൂടെ താഴേക്ക് ഒഴുകാനും താഴെയുള്ള ഗ്ലാസ്സിലെ വെള്ളം മറ്റേ പൈപ്പിലൂടെ മുകളിലേക്ക് പ്രവഹിക്കാനും കാരണം എന്താണ്? ഈ ജാറിലൂടെ അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ പറയും എന്താണ്? ഇവിടെ ജാറിലെയും ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ താപനില വ്യത്യാസം പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? ഒരു മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴേക്ക് ഒഴുകുന്നു. ഇത് ചൂട് പിടിച്ച് വീണ്ടും എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുന്നു. ഇങ്ങനെ താപം ദ്രാവകത്തിൻ്റെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. അപ്പം മുകളിൽ നിന്ന് ചൂടുവെള്ളം വരുമ്പോഴേ താഴെ നിന്നും തണുത്ത വെള്ളം, രണ്ട് വെള്ളവും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ താപം എല്ലായിടത്തും എന്ത് ചെയ്യും? വ്യാപിക്കുന്നു. അപ്പം ഈ പരീക്ഷണത്തിൽ എന്താണ്? ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേക്ഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ്. അപ്പം തന്മാത്രകളാണ് എന്ത് ചെയ്യുന്നത്? തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജ്ജം എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. ദ്രാവകങ്ങളിലെല്ലാം താപപ്രേക്ഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ്. അപ്പോൾ ദ്രാവകങ്ങളിൽ നമ്മുടെ താപപ്രേക്ഷണം നടക്കുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ് ദ്രാവകങ്ങളിൽ എന്ത് നടക്കുന്നത്? താപപ്രേക്ഷണം നടക്കുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഇനി വാതകങ്ങളിലെ താപപ്രേക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഒരു പരീക്ഷണം തന്നെയാണ് തന്നിരിക്കുന്നത്. ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെയാണോ വാതകങ്ങളിൽ താപപ്രേക്ഷണം നടക്കുന്നത്? അപ്പോൾ വാതകങ്ങളിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പഠിച്ചു ദ്രാവകങ്ങളിലെല്ലാം താപപ്രേക്ഷണം നടക്കുന്നത് എങ്ങനെയാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുക 5 സെൻറ്റിമീറ്റർ വണ്ണവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ള PVC പൈപ്പ്, ചന്ദനത്തിരി, തീപ്പെട്ടി, മെഴുകുതിരി മുതലായവ നമ്മൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണമുള്ള ഒരു ദ്വാരമുണ്ടാക്കുക. മേശപ്പുറത്തൊരു ചെറിയ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക. PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ചിത്രത്തിൽ കാണുന്നത് പോലെ പൈപ്പ് ക്രമീകരിക്കുക. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? പൈപ്പ് ക്രമീകരിക്കുക. എന്നിട്ടോ നമ്മുടെ പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് വരണം. ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കൂ. കത്തിച്ച ചന്ദനത്തിരി പൈപ്പിൻ്റെ ദ്വാരത്തിന് സമീപത്തായി കൊണ്ടുവരൂ. അപ്പോൾ എന്ത് ചെയ്യും? പുകയുടെ പ്രവാഹത്തിൻ്റെ ദിശ എങ്ങോട്ട് പോകും? ആ ദ്വാരമിട്ട വശം എങ്ങോട്ടാണോ ആ വശത്തേക്കായിരിക്കും എന്ത് പോകുന്നത്? ചന്ദനത്തിരിയിൽ നിന്ന് പുക പോകുന്നത് അല്ലേ. അപ്പോൾ PVC പൈപ്പിനകത്തെ വായു ചൂട് പിടിച്ച് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് ദ്വാരത്തിലൂടെ തണുത്ത വായു എന്ത് ചെയ്യുന്നു? പ്രവഹിക്കുന്നു. അപ്പം ഈ പ്രവാഹത്തോടൊപ്പം എന്ത് ചെയ്യുന്നു? ചന്ദനത്തിരിയുടെ പുകയും അകത്ത് കടക്കുന്നു. ഇങ്ങനെ അകത്ത് കടന്ന വായുവും ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഇവിടെയും എന്താണ്? ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രേക്ഷണം ചെയ്യുന്നത്. അപ്പോൾ ദ്രാവകങ്ങളിൽ എങ്ങനെയാണോ താപം പ്രേക്ഷണം ചെയ്യുന്നത് അതേപോലെയാണ് വാതകങ്ങളിലും താപപ്രേക്ഷണം നടക്കുന്നത്. അപ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നത്? പ്രേക്ഷണം ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം എന്ത് ചെയ്യും? വ്യാപിക്കുന്നു. അപ്പോൾ ഇതാണ് വാതകങ്ങളിലെയും ദ്രാവകങ്ങളിലെയും താപപ്രേക്ഷണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? സംവഹനത്തെക്കുറിച്ചാണ്. കൺവെക്ഷൻ. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം. അപ്പോൾ സംവഹനം എന്ന് പറഞ്ഞാൽ എവിടെയാണ് നടക്കുന്നത്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിക്ക് നമ്മൾ എന്തെന്ന് പറയുന്നു? സംവഹനം എന്ന് പറയുന്നു. അപ്പോൾ ചാലനത്തിനും സംവഹനത്തിനും താപപ്രേക്ഷണം നടക്കുമ്പോൾ തന്മാത്രകൾ വഹിക്കുന്ന പങ്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ തന്മാത്രകൾ എന്താണ്? ഇവിടുത്തെ മാധ്യമമായി നിലകൊള്ളുന്നു. ആര്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ചാലനത്തിലും സംവഹനത്തിലും തന്മാത്രകൾ ആരായിട്ട് നിൽക്കുന്നു? മാധ്യമമായി നിലകൊള്ളുന്നു. ഇനി മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുമോ? ഭൂമിക്ക് താപം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്, അല്ലേ? സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? അപ്പം നമുക്കറിയാം സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യസ്ഥലമുണ്ട്. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയ്ക്കുള്ള ശൂന്യസ്ഥലത്തിൻ്റെ അകലം എത്ര കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു സൂര്യനും ഭൂമിക്കും ഇടയ്ക്കുള്ള ശൂന്യസ്ഥലം എന്ന് പറയുന്നത്. ഇനി ചാലനം മൂലമോ സംവഹനം മൂലമോ ചൂട് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ എത്തുമോ? ഭൂമിക്കും സൂര്യനും ഇടയ്ക്ക് മാധ്യമം ഇല്ല. അതുകൊണ്ട് ചാലനം മുഖേനയോ സംവഹനം മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലെത്തുന്നത് ചാലന മുഖേനയോ സംവഹന മുഖേനയോ അല്ല എന്ന് നമുക്ക് പറയാം. എന്നാലും സൂര്യനിൽ നിന്നുള്ള താപം എവിടെ വരുന്നുണ്ട്? ഭൂമിയിൽ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിന് കാരണം എന്താണ്? അതാണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്, വികിരണം. എന്താണ് റേഡിയേഷൻ അഥവാ വികിരണം എന്ന് പറഞ്ഞാൽ? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. അപ്പോൾ വികിരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഭൂമിക്കും സൂര്യനും ഇടയിൽ എന്തിൻ്റെ ആവശ്യമില്ല, എന്തില്ല? ഒരു മാധ്യമമില്ല. അപ്പം ആ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ എന്ത് ചെയ്യുന്നു? താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം എന്ത് ചെയ്യുന്നു? പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. അപ്പോൾ സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കും. അപ്പോൾ ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ കൂടുതൽ വികിരണത്തെ പ്രതിഫലിപ്പിക്കുന്നത് ആരാ? അത് മിനുസമുള്ളതോ വെളുത്തതോ ആയ പ്രതലങ്ങളാണ്. ഇനി അതുപോലെ തന്നെ വികിരണം വഴി താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന മറ്റ് സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത് എന്താണ്? വികിരണം വഴി. അവിടെ വേറൊരു മാധ്യമമില്ല. അപ്പോൾ ഈ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഫിലമെന്റ് ബൾബിൽ നിന്നും വികിരണം എന്ത് ചെയ്യുന്നു? താഴേക്ക് പതിക്കുന്നത്. അത് വികിരണം വഴിയാണ്. പ്രകാശം താഴെ എത്തുന്നത് വികിരണം വഴിയാണ്. അതുപോലെ നമുക്ക് പറയാം സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം പതിക്കുന്നത് എങ്ങനെയാണ്? അത് വികിരണം വഴിയാണെന്ന് പറയാം. ഇനി വീടുകളിൽ പാകം ചെയ്യുന്ന ആഹാരപദാർത്ഥങ്ങളുടെ ചൂട് അധിക നേരം നിലനിർത്താൻ വിവിധ മാർഗങ്ങൾ അവലംബിക്കാറില്ലേ? അപ്പോൾ താപനഷ്ടം കുറയ്ക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. നമ്മൾ ചോറ് അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളൊക്കെ വേവിച്ചിട്ട് എവിടെ എടുത്ത് വയ്ക്കും? ചൂടാറാപ്പെട്ടിയിൽ എടുത്ത് വയ്ക്കും, അല്ലേ? അപ്പോൾ എന്താണ് ഈ ചൂടാറാപ്പെട്ടി? എന്തിനാണ് ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്നത്? പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഈ ചൂടാറാപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ എനർജി സേവർ എന്നൊക്കെ പറയും ചൂടാറാപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഈ ചൂടാറാപ്പെട്ടിയുടെ ഉപയോഗം എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം വരെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധനച്ചെലവ് പകുതിയോളം കുറയ്ക്കാം. ഇനി ചൂടാറാപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ ചൂടാറാപ്പെട്ടിയിൽ എന്തുപയോഗിക്കുന്നുണ്ട്? തെർമോക്കോൾ ഉപയോഗിക്കാറുണ്ട്. ഇത് കുചാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. അപ്പോൾ കുചാലകങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇവിടെ എന്താണ് കുചാലകങ്ങൾ. നമ്മുടെ തെർമോക്കോൾ എന്ന് പറയുന്നത് കുചാലമായതിനാൽ അവിടെ ചാലനം വഴി എന്ത് നഷ്ടപ്പെടുന്നില്ല? താപനഷ്ടം കുറയുന്നു. ഇവിടെ കുചാലനം ഉണ്ടായാൽ താപനഷ്ടം കുറയും. അതുപോലെ ചൂടാറാപ്പെട്ടിയെ അടച്ചു വയ്ക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി ചൂടാറാപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒരു ഐസ് പെട്ടിയുടെ കാര്യമാണ്.
നോക്കാം. മത്സ്യം പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കുന്നു അല്ലേ. അപ്പം നമുക്കറിയാം ഐസ് ഇട്ട് വെച്ചിട്ട് എത്ര ദിവസം പഴകിയ മീനുകളും എത്രയോ ഒരുപാട് ദിവസങ്ങൾ ഐസിട്ട് മീനുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഐസ് വളരെ വേഗം ഉരുകാതെ സൂക്ഷിക്കാൻ ഐസ് പെട്ടി ഉപയോഗിക്കുന്നു. നമുക്കൊരു ഐസ് പെട്ടി നിർമ്മിച്ചാൽ അപ്പം അത് കുട്ടികൾക്കുള്ള ഒരു പരീക്ഷണമാണ്. ഇനി നമ്മൾ ഖരവസ്തുക്കളുടെ താപീയ വികാസത്തെക്കുറിച്ചാണ് പറയുന്നത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുമോ? അപ്പോൾ താപം ലഭിച്ചാൽ ഖരവസ്തുക്കൾ എന്ത് ചെയ്യാറുണ്ട്, വികസിക്കാറുണ്ട്. അപ്പോൾ ഇനി അതിനുള്ള എന്നാൽ ചിലത് എന്ത് ചെയ്യത്തില്ല, വികസിക്കാറും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പരീക്ഷണത്തിന് ബാറ്ററി, അതുപോലെ ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലൂമിനിയം തകിടുകൾ, മെഴുകുതിരി, തീപ്പെട്ടി എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ചിത്രത്തിൽ കാണുന്നത് പോലെ ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലൂമിനിയം തകിടുകൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യുത സർക്യൂട്ട് ഒരു ബോർഡിൽ ക്രമീകരിക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാറ്ററിയും ഒരു ബൾബും ഒരു അലൂമിനിയം തകിടും ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് നമ്മൾ നിർമ്മിച്ചു. ഇനി ഈ സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വയറിൻ്റെ ഇരുവശങ്ങളിലും അലൂമിനിയം തകിടുകൾ പരസ്പരം തൊടാതെ വളരെ അടുത്തടുത്തായിട്ട് വയ്ക്കണം. അലൂമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ചൂടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ബൾബ് പ്രകാശിക്കും. അപ്പോൾ ബൾബ് പ്രകാശിച്ചത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ അഭിപ്രായം കുറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താപം ലഭിച്ചപ്പോൾ അലൂമിനിയം തകിടുകൾക്ക് എന്ത് സംഭവിച്ചു, താപം ലഭിച്ചപ്പോൾ അവ വികസിച്ച് കൂട്ടിമുട്ടുകയും സർക്യൂട്ട് പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ബൾബ് പ്രകാശിച്ചത്. ഇനി മെഴുകുതിരി മാറ്റിയപ്പോൾ എന്ത് സംഭവിക്കും, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബൾബ് അണയും. അതിന് കാരണം എന്താണ്, തണുക്കുമ്പോൾ ഈ സർക്യൂട്ട് തുറന്നതാകുന്നു. അതായത് ഇത് ചൂടാകുമ്പോൾ മാത്രമാണ് ഇത് വികസിക്കുന്നത്. മാറിയാൽ എന്ത് ചെയ്യും, വികസനം അത് പഴയ പൂർവ്വസ്ഥിതിയിൽ എത്തുന്നു. അപ്പോൾ തണുക്കുമ്പോൾ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, തുറക്കുന്നു. അതാണ് കാരണം. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, താപം ലഭിക്കുമ്പോൾ അലൂമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. അപ്പോൾ താപം ലഭിക്കുമ്പോൾ അലൂമിനിയം തകിടുകൾക്ക് എന്ത് സംഭവിക്കുന്നു, അലൂമിനിയം തകിടുകൾ വികസിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾക്ക് എന്ത് സംഭവിക്കും, അവ സങ്കോചിക്കുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ എന്ത് ചെയ്യും, ബൾബ് അണയുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അലൂമിനിയത്തിന് പകരം ചെമ്പ്, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്, ഖരവസ്തുക്കളുടെ താപീയ വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്, താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഖരവസ്തുക്കളുടെ വികസനവും സങ്കോചവും എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ ഖരവസ്തുക്കളുടെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്, ഇലക്ട്രിക് പോസ്റ്റിൽ വൈദ്യുതി കൊണ്ടുപോകുന്നതിനുള്ള കമ്പികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവ വേനൽക്കാലത്ത് അയഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് വേനൽക്കാലത്ത് അയയുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്, അത് ചൂട് കൊണ്ട് എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കമ്പികൾ എന്ത് ചെയ്യുന്നത്, അയഞ്ഞു കിടക്കുന്നത്. ഇനി മുറുകെ ഉറച്ചു പോയ പെൻ ക്യാപ്പ് ചെറുതായി ചൂടാക്കി ഊരിയെടുക്കുന്നു. അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ ക്യാപ്പ് നമ്മൾ മുറുകിപ്പോയാൽ അതിനെ എന്ത് ചെയ്താൽ മതി, ചൂടാക്കുമ്പോൾ അതെന്ത് ചെയ്യും, അത് ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിനൊക്കെ ഇത് എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്, ഖരവസ്തുക്കൾക്ക് താപം ലഭിക്കുമ്പോൾ അത് വികസിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എന്താണ്, ഇഞ്ചക്ഷൻ കുപ്പിക്ക് ചേരുന്ന റബ്ബർ കോർക്ക്, മഷി തീർന്ന റീഫിൽ കുഴൽ, പാത്രം, ചൂടുള്ള വെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സാധാരണ താപനിലയിലുള്ള വെള്ളം, ഇവയൊക്കെ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇഞ്ചക്ഷൻ കുപ്പിയിൽ ജലം നിറച്ച് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരം ഉണ്ടാക്കുക, അതിൽ റീഫിൽ കുഴൽ ഉറപ്പിക്കുക. ഇഞ്ചക്ഷൻ കുപ്പി കോർക്ക് കൊണ്ട് അടയ്ക്കുക. റീഫിലിലെ ജലവിധാനം നൂല് കെട്ടി അടയാളപ്പെടുത്തുക. ഇനിയോ, പാത്രത്തിൽ ചൂടുവെള്ളമെടുത്ത് അതിലേക്ക് ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വയ്ക്കുക.
റീഫില്ലിലെ ജലനിരപ്പിന് എന്ത് മാറ്റമാണ് വന്നത്, എന്തുകൊണ്ട്? അപ്പോൾ ഈ റീഫില്ലിലെ ജലനിരപ്പ് എന്ത് ചെയ്യുന്നു? ഉയരുന്നു അല്ലേ? എന്താ കാരണം? ജലത്തിന് താപം ലഭിച്ചപ്പോൾ അത് വികസിച്ചു. അപ്പോൾ താപം ലഭിക്കുമ്പോൾ ജലത്തിനും എന്ത് സംഭവിക്കുന്നു? വികാസം സംഭവിക്കുന്നു. ഇനി ഇഞ്ചക്ഷൻ കുപ്പിയിലെ ജലം തണുത്താൽ ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിൽ എത്തുമോ? അപ്പോൾ കുപ്പിയിലെ ജലം വികസിക്കുകയും അത് റീഫില്ലിൽ തള്ളിക്കയറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ജലവിധാനം ഇതേപോലെ ജലവിധാനം എന്ത് ചെയ്തത്? ഉയർന്നത്. തണുക്കുമ്പോൾ ജലം സങ്കോചിക്കുന്നു, അതിനാൽ ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിൽ ആകുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞു, നമ്മൾ ഖരവസ്തുക്കളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചൂടാകുമ്പോൾ അല്ലെങ്കിൽ താപം ലഭിക്കുമ്പോൾ നമ്മുടെ ദ്രാവകങ്ങളും എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. അതുപോലെ അത് തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി ദ്രാവകങ്ങളിലെ താപീയ വികാസം എങ്ങനെയാണ്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുന്നു. ഇനി വാതകങ്ങളുടെ താപീയ വികാസമാണ് നമ്മൾ നോക്കുന്നത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾക്കും ദ്രാവകങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണോ വാതകങ്ങൾക്കും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. താപം ലഭിക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുമോ? ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോൾ പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? അലൂമിനിയം വിളക്ക്, പ്ലാസ്റ്റിക് ട്യൂബ്, ബോർഡ്, നിറമുള്ള ജലം, ചൂടുള്ള ജലം, തണുത്ത ജലം, ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിക്കുക. ട്യൂബിൻ്റെ മറ്റേ ഭാഗം യു ആകൃതിയിലുള്ള ഒരു ബോർഡിൽ ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് ട്യൂബിൽ 2-3 തുള്ളി നിറമുള്ള ജലം ഒഴിക്കുക. അപ്പോൾ ദാ ഇവിടെ ഈ കാണുന്നത് പോലെ നമ്മൾ ചെയ്യുക. ഇനി അലൂമിനിയം വിളക്ക് തന്നിട്ടുണ്ട്. ഈ നിറമുള്ള ജലം, പിന്നെ ചൂടുള്ള ജലം, തണുത്ത ജലം. അലൂമിനിയം വിളക്ക് ചൂടുള്ള ജലത്തിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ വിളക്ക് എന്ത് ചെയ്യുക? ചൂടുള്ള ജലത്തിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അലൂമിനിയം വിളക്ക് തണുത്ത ജലത്തിൽ ഇറക്കി വയ്ക്കുക, എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അലൂമിനിയം വിളക്ക് ചൂടാക്കുമ്പോൾ അതിനുള്ളിലെ വായു എന്ത് ചെയ്യും? ചൂടാകുന്നു. അപ്പോൾ ചൂടായ വായു വികസിക്കുന്നത് കൊണ്ട് ട്യൂബിലെ നിറമുള്ള ജലത്തുള്ളി മുകളിലേക്ക് നീങ്ങുന്നു അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, എന്താ? അലൂമിനിയം വിളക്ക് ചൂടാകുമ്പോൾ അതിനുള്ളിലെ വായുവും ചൂടാകുന്നു. അപ്പോൾ ചൂടായ വായു വികസിക്കുന്നത് കൊണ്ടാണ് ട്യൂബിലെ നിറമുള്ള ജലത്തുള്ളി എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് നീങ്ങുന്നത്. അതുപോലെ ഇത് തണുക്കുമ്പോൾ വാതകങ്ങൾ എന്ത് ചെയ്യും? അലൂമിനിയം വിളക്ക് തണുക്കുമ്പോൾ വായു സങ്കോചിക്കുന്നതിനാൽ നിറമുള്ള ജലത്തുള്ളി ട്യൂബിലൂടെ പിന്നിലേക്ക് എന്ത് ചെയ്യുന്നു? നീങ്ങി പൂർവ്വസ്ഥിതിയിലെത്തുന്നു. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാതകങ്ങളിലെ താപീയ വികാസം എങ്ങനെയാണെന്ന് പറയാം. ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, അതുപോലെ തണുക്കുമ്പോൾ വാതകം എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ പരീക്ഷണം എന്ന് പറയുന്നത്. അപ്പം ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വാതകങ്ങളും എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോൾ അവ വികസിക്കും, അതുപോലെ തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കും. ഇനി താപനിലയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നീളം, വീതി, ഉയരം, പരപ്പളവ്, വ്യാപ്തം തുടങ്ങിയവയുടെ അളവ് പറയാൻ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു അല്ലേ? അപ്പം നമ്മൾ നീളത്തിൻ്റെ അളവ് ഇതൊക്കെ പറയാൻ, അതുപോലെ വീതി, ഉയരം ഇതൊക്കെ പറയുന്നത് യൂണിറ്റുകളിലാണ് പറയുന്നത്. അതുപോലെ താപത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്നതും എന്താണ്? യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് താപനില എന്ന് നമ്മൾ പറഞ്ഞു. ഇനി താപത്തിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ്? താപനിലയുടെ യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളിലാണ് താപനില സൂചിപ്പിക്കുന്നത്. അതുപോലെ നിത്യജീവിതത്തിൽ താപനില അറിയേണ്ട ആവശ്യം വരാറുണ്ട്, നമുക്കറിയാം. അപ്പോൾ പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില എന്ത് സംഭവിക്കും? കൂടും അല്ലേ? അപ്പോൾ ആശുപത്രിയിൽ വെച്ച് നമ്മുടെ ശരീര താപനില പരിശോധിച്ചിട്ടുണ്ട്. അതിനുള്ള ഉപകരണം ഏതാണ്? ശരീര താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അപ്പോൾ നമ്മുടെ ശരീര താപനില ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്ലിനിക്കൽ താപനില ഉപയോഗിച്ചാണ് ശരീര താപനില അളക്കുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യ ശരീരത്തിലെ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എന്ന് പറയുന്നത് എത്രയാ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. F ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി
ഇനി പറയുന്നത് അന്തരീക്ഷ താപനിലയെക്കുറിച്ചാണ്. അപ്പോൾ പകലാണോ രാത്രിയിലാണോ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നത്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെയുള്ള താപനില ആയിരിക്കുമോ ഉച്ചയ്ക്ക് അനുഭവപ്പെടുന്നത്, വൈകുന്നേരമോ, അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമോ? ആകും. അപ്പോൾ സൂര്യൻ്റെ താപം മൂലം ഭൂമിയിലെ മണ്ണും ജലവും എന്ത് ചെയ്യുന്നു? ചൂടാകുന്നു. ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വച്ചാൽ ഏതാവും വേഗത്തിൽ ചൂടാവുക? അപ്പോൾ ഒരേ സമയം നമ്മൾ മണ്ണും ജലവും വെച്ചാൽ ഏതായിരിക്കും ചൂടാവുക? നമുക്കറിയാം ജലമായിരിക്കും ചൂടാവുക. നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്കൊരു പരീക്ഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഗ്ലാസ് ടംബ്ലർ എടുത്ത് അതിൽ ലബോറട്ടറി തെർമോമീറ്ററുകൾ, ജലം, മണൽ എന്നിവ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പരീക്ഷണം നടത്തുന്നു. അപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ മണലും മറ്റൊരു ഗ്ലാസ്സിൽ എന്താണ്? ജലവും എടുത്ത് ലബോറട്ടറി തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില പരിശോധിക്കുക. 2 ഗ്ലാസും വെയിലത്ത് വയ്ക്കുക. തുടർന്ന് 20 മിനിറ്റ് ഇടവിട്ട് മണലിൻ്റെയും ജലത്തിൻ്റെയും താപനില തെർമോമീറ്റർ ഉപയോഗിച്ച് അളന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം മണലാണോ ജലമാണോ വേഗത്തിൽ ചൂടാൻ? നമുക്ക് നന്നായിട്ടറിയാം ഏതാണ് മണൽ വേഗം ചൂടാവും. അപ്പോൾ 2 ഗ്ലാസ്സുകളും വെയിലിൽ നിന്ന് തണലിലേക്ക് മാറ്റുക. 20 മിനിറ്റ് ഇടവിട്ട് താപനില അളന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും താപനില മണലാണോ ജലമാണോ വേഗം തണുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ്? മണലാണ് വളരെ വേഗം ചൂടാകുന്നത്. മണലിന് ഊഷ്മാവ് ശേഖരിക്കാനുള്ള ആ ഒരു ശേഷി കുറവാണ്. എന്നാൽ ജലത്തിന് ഊഷ്മാവ് സൂക്ഷിക്കാനുള്ള ശേഖരിക്കാനുള്ള ആ ഒരു ശേഷി കൂടുതലാണ്. അപ്പം മണൽ വേഗം എന്ത് ചെയ്യുന്നു? വേഗം ചൂടാകുന്നു. അതുപോലെ മണൽ വേഗം തന്നെ തണുക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയുന്നത് കരക്കാറ്റും കടൽക്കാറ്റുമാണ്. ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ജലം എന്താണ്? സാവധാനം ചൂടാകും. മണൽ എന്താണ്? വേഗത്തിൽ ചൂടാകും. അപ്പോൾ ചൂടായ മണൽ വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മണലാണെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേഗം തണുക്കും. പക്ഷേ ജലം എന്ത് ചെയ്യത്തില്ല? ജലം സാവധാനത്തിൽ മാത്രമേ തണുക്കുകയുള്ളൂ ചൂടായാൽ. ഭൂമിയിൽ കരയും കടലും ഉണ്ട്. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കരയാണോ കടലാണോ വേഗം ചൂടാവുക? അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വേഗം ചൂടാകുന്നത് ആരാണ്? കരയായിരിക്കും അല്ലേ? അപ്പം രാത്രിയിലാണ് എങ്കിൽ ഏത്? വേഗത്തിൽ തണുക്കുന്നതും കരയാണ്. അപ്പോൾ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി എന്താണ് കടൽക്കാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ജലത്തേക്കാൾ വേഗത്തിലാണ് ആര് ചൂടുപിടിക്കുന്നത്? കര ചൂടാവുന്നത് അല്ലേ? അതുപോലെ വേഗത്തിൽ തണുക്കുന്നതും ആരാണ്? കര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ എന്ത് കൂടുതലായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. അപ്പൊ കരയോട് തൊട്ടു മുകളിലുള്ള വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എന്താണ്? പകൽ സമയത്ത് നമുക്കറിയാം കര ചൂട് പിടിച്ച് കിടക്കുകയാണ്. ഈ സമയത്ത് ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരും. ഇങ്ങനെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് ചെയ്യും? കടലിൽ നിന്ന് തണുത്ത വായു എങ്ങോട്ട് വരും? കരയിലോട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് എന്ത് വരും? ആ കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു എന്ത് ചെയ്യും? ഈ സ്ഥലത്തേക്ക് വന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു? കടൽക്കാറ്റ് ഉണ്ടാകുന്നു. അപ്പം ഇതാണ് കടൽക്കാറ്റ്. ഇനി രാത്രിയിൽ എന്താ സംഭവിക്കുന്നത്? കരയിലാണോ കടലിലാണോ രാത്രിയിൽ വായുവിന് കൂടുതൽ തണുപ്പുള്ളത്? അപ്പം രാത്രിയിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു മണൽ എന്ത് ചെയ്യുന്നു? വേഗം ചൂട് പിടിക്കും, വേഗം തണുക്കുന്നു. അപ്പം രാത്രിയിൽ തണുപ്പ് ആർക്കാ ഉള്ളത് കൂടുതൽ? കരയ്ക്കാണ് ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് കരക്കാറ്റെന്ന് നോക്കാം.
കടലിനേക്കാൾ വേഗത്തിൽ ആര് തണുക്കുന്നു? കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന എന്ത് കൂടുതലാണ്? ചൂട് കൂടുതലാണ്. കടലിന് മുകളിലുള്ള വായു അപ്പോഴെന്താണ്? ചൂടാണ്. അപ്പോൾ എന്ത് ചെയ്യും? കടലിന് മുകളിലെ വായുവാണ് കൂടുതൽ വികസിക്കുക. അപ്പോൾ ഈ കടലിന് മുകളിലെ വായു എന്ത് ചെയ്യുന്നു? വികസിച്ച് മുകളിലേക്ക് വരികയും അവിടെ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിന് കാരണമാകുന്നു? കരക്കാറ്റിന് കാരണമാകുന്നു. ഇങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? കരക്കാറ്റ് ഉണ്ടാകുന്നത്. ഇനി കരയുടെ മുകളിലുള്ള തണുത്ത വായു എന്ത് ചെയ്യും? കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? കരക്കാറ്റിന് കാരണമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കടലിൻ്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഏത്? കടൽക്കാറ്റും കരക്കാറ്റും എന്ന് നമ്മൾ പഠിച്ചു. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് കുട്ടികൾക്കുള്ളതാണേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്റർ. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ ഇനി നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.